നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്തവണ എന്നതാണ് വിലയിരുത്തൽ. എക്സിറ്റ് പോൾ ഫലം UDF അനുകൂലമാണെങ്കിലും അതൊന്നും കാര്യമല്ല എന്നതാണ് LDFന്റെ വിശദീകരണം. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും സംസ്ഥാനത്ത് ഭരണത്തിലെത്താനാകും എന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ LDF പരാജയപ്പെട്ടാൽ ഭരണത്തിലുള്ള ഏക സംസ്ഥാനവും മുന്നണിക്ക് നഷ്ടമാകും. വലിയ ആത്മവിശ്വാസമാണ് UDFന്. ഏറ്റവും ഒടുവിൽ ആ ചാണക്യയുടെ ഒരു സർവേ ഫലം കൂടി പുറത്തു വരുമ്പോൾ, എക്സിറ്റ് പോൾ ഫലം കൂടി പുറത്തു വരുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് UDFന് എന്ന് വേണം കരുതാൻ. നിലവിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമാണ് UDFനകത്ത്. ഇപ്പോൾ ഈ ആത്മവിശ്വാസം വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരുടെ അല്ലെങ്കിൽ ആരൊക്കെയാണ് മന്ത്രിമാർ എന്നതടക്കമുള്ള ചർച്ചയിലേക്ക് UDF കടന്നു എന്ന് വേണം പറയാൻ. എന്തായാലും വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ബലം പകരും അല്ലെങ്കിൽ ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. എല്ലാ രീതിയിലും മുന്നണികൾക്ക് ഗതിവിഗതികൾ നിർണ്ണയിക്കും എന്ന് തന്നെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഗതിവിഗതികൾ നിർണ്ണയിക്കും എന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ഏറ്റവും പ്രധാനം ഇനി 2 ദിവസം മാത്രമാണ്. 3-ാം നാൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വരും എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ആര് നയിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയും. ഈ സർവേ ഫലങ്ങളൊക്കെ തന്നെ പ്രതികൂലമാണെങ്കിലും LDF പറയുന്നത് അതൊന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല. ഒരു കാലത്തും ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായിരുന്നില്ല, അതുകൊണ്ട് അത് കണക്കിലെടുക്കുന്നില്ല. നേരിയ ഭൂരിപക്ഷത്തിൽ പോലും ആണെങ്കിൽ പോലും LDF അധികാരത്തിൽ വരും എന്നുള്ളതാണ്. എന്തായാലും ഈ ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ കോൺഗ്രസും അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF ഭരണത്തിൽ വരുന്നെങ്കിൽ അതൊരു നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ മേഖല അല്ലെങ്കിൽ കേരള രാഷ്ട്രീയമൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അതീവ സുരക്ഷയാണ് കേരളത്തിൽ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ LDF അധികാരത്തിലെത്തി പിണറായി വിജയന് 3-ാം ഊഴം ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലെങ്കിൽ ഈ UDF വിജയിച്ചു കയറുമോ, ഒരു സീറ്റിലെങ്കിലും വിജയിച്ചാൽ മതി, അല്ലെങ്കിൽ അത് വലിയ നേട്ടമാണ് എന്നുള്ളതാണ്